നമസ്കാരം. ദ പാത്ത് ഇസ് എ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിൻ്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കൂ. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തൂ. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കൂ. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡായി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ശ്വാസം ദീർഘമായി ഉള്ളിലേക്കെടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, ആ കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ജീവിത യാത്ര എഡ്യൂക്കേഷനിലൂടെ ഉള്ളൊരു യാത്രയാണ്. എഡ്യൂക്കേഷൻ ഇസ് ദ മാനിഫെസ്റ്റേഷൻ ഓഫ് പെർഫെക്ഷൻ ഓൾറെഡി പ്രസൻറ്റ് വിത്തിൻ മാൻ. നമ്മുടെ ഉള്ളിലുള്ള പൂർണ്ണതയെ പ്രകടിപ്പിക്കലാണ് എഡ്യൂക്കേഷൻ എന്ന് സ്വാമി വിവേകാനന്ദ പറഞ്ഞത്. അപ്പോൾ ജീവിതം തന്നെ ഒരു എഡ്യൂക്കേഷനാണ്. നമ്മൾ ജനിച്ച ഉടനെ 4-5 വയസ്സ് വരെ എഡ്യൂക്കേഷൻ ആവശ്യമില്ല. കാരണം അറിവ് ഇന്നേറ്റാണ്, ഉള്ളിലുണ്ട്. നമ്മൾ ആ ഇന്നർ പൊട്ടൻഷ്യലുമായിട്ടാണ് ജനിക്കുന്നത്. അപ്പോൾ ശരീരം വളരാനും ഈ ഭൂമിയിൽ ജീവിക്കേണ്ട ആദ്യ പാഠങ്ങൾ പഠിക്കാനും നമ്മൾ പുറമേ നിന്ന് ഒരു ഇൻഫോർമേഷൻ ആവശ്യമില്ല. 95% കാര്യങ്ങളും 5 വയസ്സാകുമ്പോൾ പഠിച്ചു കഴിയുമെന്നാണ് പറയുന്നത്. നടക്കാൻ പഠിക്കുന്നു, സംസാരിക്കാൻ പഠിക്കുന്നു, ശരീരത്തിൻ്റെ ഡെവലപ്മെൻറ്റ്, പല്ല് വളരുന്നു, അങ്ങനെ ഒരേ കാര്യങ്ങൾ, ദഹന പ്രക്രിയ നോർമലായിട്ട് വരുന്നു. ഇതൊന്നും നമ്മൾ പഠിപ്പിക്കേണ്ട കാര്യമില്ല. അതിനുശേഷം 4-5 വയസ്സ് കഴിയുമ്പോൾ ഈഗോ പ്രകടമാവും, ഞാൻ. അപ്പോഴാണ് എഡ്യൂക്കേഷൻ ആവശ്യം. നമ്മുടെ റൈറ്റ് ഹെമിസ്ഫിയർ, നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന ആ ഇൻപുട്ടിൻ്റെ പാതയാണ് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 95% അവിടെയാണ്. ബാക്കി ഇവിടെ അതെങ്ങനെ ഉപയോഗിക്കണം എന്ന് പഠിക്കേണ്ടതാണ് ലെഫ്റ്റ് ഹെമിസ്ഫിയർ, അഹംബോധം പ്രവർത്തിക്കുന്ന മേഖല. അപ്പോൾ ടോട്ടാലിറ്റിയിൽ കാണുന്ന, പൂർണ്ണതയിൽ കാണിക്കുന്ന, വേർപിരിവില്ലാതെ കാണുന്ന ഈ ലോകത്തിൽ സെപ്പറേഷൻ ഈ ഭൗതിക തലത്തിൽ തിരിച്ചറിഞ്ഞുകൊണ്ട് പെരുമാറാൻ അത് ഹെൽപ്പ് ചെയ്യുന്നതാണ് ലെഫ്റ്റ് ഹെമിസ്ഫിയർ. എ സ്ട്രോക്ക് ഓഫ് ഇൻസൈറ്റ് എന്നുള്ള ഒരു പുസ്തകമുണ്ട്, വായിക്കണം. ഒരു ന്യൂറോ സയൻറ്റിസ്റ്റ് എഴുതിയതാണ്. അതിൽ ലെഫ്റ്റ് സൈഡിൽ സ്ട്രോക്ക് വന്നപ്പോൾ റൈറ്റ് ബ്രെയിൻ മാത്രം വർക്ക് ചെയ്യുമ്പോഴുള്ള അനുഭവങ്ങളാണ് അവിടെ ആ സയൻറ്റിസ്റ്റ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് പുറമേ നിന്ന് എന്തോ പഠിക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. തീർച്ചയായിട്ടും പഠിക്കണം. എന്തിനാണ്? കാരണം ഈ ലോകത്തിൽ ഇതുവരെ നിലനിൽക്കുന്ന ഇപ്പോഴത്തെ പ്രവണതകൾ, അതിലെങ്ങനെയാണ് ജീവിക്കേണ്ടത്. നമ്മൾ ഹയസ്റ്റ് ലെവലിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്നിരിക്കുകയാണ്. ഇവിടെ എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടത്. ഇപ്പോൾ നമുക്ക് സാധാരണ ജീവിതത്തിൽ ഉദാഹരണം എടുത്ത് മനസ്സിലാവും.
PhD കഴിഞ്ഞ ഒരാൾ LKG പോയി പഠിപ്പിക്കുകയാണെന്ന് ആലോചിച്ചു. എങ്ങനെയാണ് അവിടെ പഠിപ്പിക്കുക? ഞങ്ങൾക്കൊരു ഡോക്ടർ ഉണ്ടായിരുന്നു, അദ്ദേഹം സൂപ്പർ സ്പെഷ്യലിസ്റ്റ് ആയിരുന്നു, ഗാസ്ട്രോ എൻട്രോളജിസ്റ്റ്. ഒരുപാട് പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ വർക്ക് ചെയ്തിരുന്ന, ഞാൻ MBBS ചെയ്ത മെഡിക്കൽ കോളേജിൽ അവിടെ സൗകര്യങ്ങളില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അറിവ് കാണിക്കാനായിട്ട് കേഷ്യൻ്റെ സൈഡിൽ എഴുതി വയ്ക്കും, ഇൻവെസ്റ്റിഗേഷൻസും ഒക്കെ എഴുതി വയ്ക്കും. എന്നിട്ട് പറയും ഈ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ അവൈലബിൾ അല്ല, അതുകൊണ്ട് എന്തെങ്കിലും ടാബ്ലറ്റ് എഴുതി കൊടുക്കും. അപ്പോൾ അവിടെ അദ്ദേഹത്തിന് ഉൾക്കൊള്ളാനാവുന്നില്ല, ഇതെങ്ങനെയാണ് ഇവിടെ ഉപയോഗിക്കേണ്ടതെന്ന് അറിയുന്നില്ല. എന്നിട്ട് സ്പെഷ്യലിസ്റ്റ് സൗകര്യങ്ങളുള്ള സ്ഥലത്തേക്ക് അവർ മാറുന്നു. നമ്മൾ എത്ര സ്പെഷ്യലൈസ്ഡ് ആയാലും നമ്മൾക്ക് എപ്പോഴും എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും. അങ്ങനെ നമ്മളുടെ എഡ്യൂക്കേഷൻ അർത്ഥമുള്ളൂ. ഞാനിപ്പോൾ ഒരു സ്പെഷ്യലിസ്റ്റാണ്, എനിക്കൊരു സാധാരണ മനുഷ്യനെ മനസ്സിലാക്കാനാവില്ല, ചികിത്സിക്കാനാവില്ല, ഇത് എന്ത് സ്പെഷ്യലൈസേഷനാണ്. അതുകൊണ്ടാണ് ചാരുജി മഹാരാജ് പറഞ്ഞത് സ്പെഷ്യലൈസേഷൻ ഇസ് എ ബെയിൻ ഓഫ് സിവിലൈസേഷൻ എന്ന് പറഞ്ഞത്. സിവിലൈസേഷൻ ഏറ്റവും വലിയ പ്രശ്നം സ്പെഷ്യലൈസേഷനാണ്. ചാരുജി മഹാരാജ് എന്തർത്ഥത്തിലാണ് പറഞ്ഞത്? സ്പെഷ്യലൈസേഷനിൽ കുടുങ്ങിപ്പോകുന്നത്. നമ്മളുടെ യഥാർത്ഥത്തിലെ ആ പൂർണ്ണമായിട്ടുള്ള അറിവ് നമുക്ക് ബ്ലോക്ക് ചെയ്യുന്ന തരത്തിലാണ് സ്പെഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ അത് മോശമാണ്. ഇപ്പോൾ അത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, ടെക്നോളജിയിൽ കുടുങ്ങിപ്പോയിരിക്കുന്നു. ഇനിയിപ്പോൾ മെഷീൻസ് ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ പുതിയ ഡോക്ടേഴ്സിനെ എടുക്കുമ്പോൾ അവർ ചോദിക്കും ഈ എക്യുപ്മെൻ്റ് ഉണ്ടോ, ഈ മെഷീൻ ഉണ്ടോ, അതില്ലെങ്കിൽ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറയും. നമ്മളൊന്നും അങ്ങനെയൊന്നുമല്ല, നമുക്ക് കിട്ടിയ സൗകര്യം വെച്ചിട്ട് ചെയ്യുന്നു, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒന്നുമില്ലെങ്കിലും മനുഷ്യത്വം കാണിക്കാമല്ലോ, സ്നേഹം പ്രകടിപ്പിക്കാം. അപ്പോൾ നമുക്ക് എപ്പോഴും എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും എന്ന് തിരിച്ചറിയാനായിട്ടുള്ള ഒരു മേഖലയാണ് ലോകം എന്ന് പറയുന്നത്. നിങ്ങൾ ഇത്രയും പഠിച്ചിട്ടുണ്ടെങ്കിലും ഇതൊന്നും നിങ്ങൾക്ക് ഇവിടെ ഉപയോഗിക്കാൻ പറ്റിയെന്ന് വരില്ല. എവിടെയാണ് ഇത് ഉപയോഗിക്കാൻ പറ്റുക അത് മനസ്സിലാക്കുക, എവിടെയാണ് ഉപയോഗിക്കാൻ പറ്റാത്ത മനസ്സിലാക്കുക, വിവേകബോധം ഡെവലപ്പ് ചെയ്യുക. ഇപ്പോൾ ശാസ്ത്രത്തിൽ അധിഷ്ഠിതമായിട്ട് പ്രവർത്തിക്കണമെന്ന് ഭഗവത്ഗീതയിൽ പറയുന്നത്. എന്താണ് ശാസ്ത്രം? ഇത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. നമ്മൾ സയൻസ് എന്ന് പറയുന്നത് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇന്നലത്തെ സയൻസ് ഇന്നൊരു സൂപ്പർസ്റ്റിഷനാണ്. ചിലപ്പോൾ ഇന്നലത്തെ സൂപ്പർസ്റ്റിഷൻ ഇന്ന് സയൻസുമായിട്ട് മാറിക്കൊണ്ടേയിരിക്കുന്നു. സ്പേസ് ശൂന്യതയാണ് എന്ന് സയൻസ് കുറേ കാലം പറഞ്ഞു. സ്പിരിച്വൽ ലിറ്ററേച്ചറിൽ മുമ്പേ തന്നെ ഈഥർ എന്നൊരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ സയൻസ് ആക്സെപ്റ്റ് ചെയ്യുന്നു സ്പേസ് ശൂന്യതയല്ല, അവിടെ വൈബ്രേഷൻസ് ഉണ്ട്. ആ വൈബ്രേഷൻസ് നിന്നും ആ സ്പേസിൽ നിന്നാണ് ഈ പ്രപഞ്ചം ഉണ്ടാകുന്നത്. അപ്പോൾ അത് ഒന്നുമില്ലായ്മയാണ്, പക്ഷെ അതിൽ എല്ലാം ഉണ്ടാകുന്നത് സയൻസ് ആക്സെപ്റ്റ് ചെയ്യുന്നു. ആ കാണപ്പെടാത്ത ആ ഭാഗം അത് ഏകദേശം 99% ആണെന്നാണ് പറയുന്നത്. ഇപ്പോൾ നമ്മൾ അന്ധവിശ്വാസം എന്ന് കരുതിയത് ഇപ്പോൾ സയൻസായിട്ട് മാറി. അപ്പോൾ ഈ തരത്തിൽ മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്താണ് എപ്പോഴും നിലനിൽക്കുന്നത്? എന്താണ് എപ്പോഴും നിലനിൽക്കുന്ന ശാസ്ത്രം? എപ്പോഴും നിലനിൽക്കുന്ന ശാസ്ത്രം സ്നേഹം മാത്രമാണ്. ഒരിക്കലും ഫെയിൽ ചെയ്യാത്തൊരു ശാസ്ത്രം സ്നേഹം മാത്രമാണ്. നമ്മൾ മാസ്റ്റേഴ്സിൻ്റെ ജീവിതം എടുത്ത് നോക്കിയാലറിയാം, ഇത്രയും സൗകര്യങ്ങളുള്ള ഈ ലോകത്തിൽ കൂടി വിഷമം വന്നു കഴിഞ്ഞാൽ ആൾക്കാർ എവിടേക്കാണ് പോകുക? ഒരു സ്പിരിച്വൽ മാസ്റ്റർ അടുത്തേക്ക് പോകും. അവരുടെ വാക്കുകൾ കേൾക്കാൻ, അവരുടെ കൂടെ ഇരിക്കാൻ. പ്രഗത്ഭരായിട്ടുള്ള ശാസ്ത്രജ്ഞന്മാരും ഡോക്ടേഴ്സും അല്ലെ മാസ്റ്റേഴ്സിന് മുമ്പിൽ പോയിരിക്കുന്നു, ദാജിയുടെ മുമ്പിൽ ഇരിക്കുന്നത് കാണാം. കാരണം വേറെ എവിടെയും ലഭിക്കാത്തത് ഇവിടെ ലഭിക്കുന്നു. അതാണ് സ്നേഹം. എങ്ങനെയാണ് ഈ സ്നേഹം പ്രകടിപ്പിക്കേണ്ടത്? മഹാത്മാഗാന്ധിജി ടെക്നോളജിയെ ഒരിക്കലും എതിർത്തില്ല. നമ്മൾ തെറ്റിദ്ധരിക്കുന്നു, ടെക്നോളജി എതിർത്തില്ല. മനുഷ്യത്വത്തിനെ ബ്ലോക്ക് ചെയ്യുന്ന ടെക്നോളജി അത് പാടില്ല എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് ചർക്കയൊക്കെ റീഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഒരിക്കലും ടെക്നോളജിയെ എതിർത്തില്ല. കാരണം അദ്ദേഹം തന്നെ ഒരു ബിസിനസ്സുകാരനായിരുന്നു, ഏറ്റവും നല്ല ബിസിനസ്സുകാരൻ എന്ന് പറയാം. എങ്ങനെയാണ് സെല്ല് ചെയ്യേണ്ടതെന്ന് നമുക്ക് കാണിച്ചു തന്നതാണ് ശരിക്കും മഹാത്മാഗാന്ധിജി. അപ്പോൾ ഈ കാലത്ത് മഹാത്മാഗാന്ധി ഉണ്ടെങ്കിൽ കമ്പ്യൂട്ടറിനെ സപ്പോർട്ട് ചെയ്യും, ഇൻ്റർനെറ്റ് സപ്പോർട്ട് ചെയ്യും. അതെങ്ങനെയാണ് നമുക്ക് ലോകത്തിന് നന്മയ്ക്ക് ഉപയോഗിക്കാൻ സാധിക്കുക എന്നുള്ള രീതിയിൽ സപ്പോർട്ട് ചെയ്യും എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. ബുക്ക് തന്നെ എഴുതിയിട്ടുണ്ട് ഒരു എഴുത്തുകാരൻ. ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട് ശാസ്ത്രത്തെ നമ്മൾ ഇപ്പം അറിയുന്ന ശാസ്ത്രത്തെ ഉപയോഗിക്കുമ്പോൾ അതാണ് യഥാർത്ഥ ശാസ്ത്രം, അതാണ് അടിസ്ഥാനം, അതാണ് സ്നേഹം. ആ സ്നേഹം നമുക്ക് പൂർണ്ണമായിട്ടുള്ള സ്നേഹം എങ്ങനെയാണ് നമ്മുടെ മേഖലയിൽ പ്രകടിപ്പിക്കാൻ സാധിക്കുക, എങ്ങനെയാണത് ഉപയോഗിക്കാൻ സാധിക്കുക? ഒരു കുട്ടിയോട് സ്നേഹം കാണിക്കുന്നത് മുട്ടായി കൊടുത്തിട്ടോ ലഡ്ഡു കൊടുത്തിട്ടല്ല, അവനെ പഠിപ്പിക്കാൻ, അവനെ നിർബന്ധിക്കുമ്പോൾ അത് സ്നേഹിക്കുകയാണ്. ഒരു ഡയബറ്റിസ് പേഷ്യൻറ്റിനെ സ്നേഹിക്കുമ്പോൾ ഷുഗർ കഴിക്കണ്ട, എക്സസൈസ് എടുക്കണം, റിലാക്സ് ചെയ്യണം എന്ന് പറയുന്നത് സ്നേഹമാണ്. ചിലപ്പോൾ നിർബന്ധിക്കേണ്ടി വരും. അപ്പോൾ നിർബന്ധത്തിൻ്റെ പുറകിലും സ്നേഹം ഉണ്ടാവും. നേരെ മറിച്ച് നിർബന്ധം മാത്രം പോരാ, നിർബന്ധിക്കുന്നത് സ്നേഹമില്ലായ്മയാവും. അപ്പോൾ നമ്മൾ ഇൻറ്റൻഷൻ എവിടെയാണ്? നമ്മൾ ശ്രദ്ധയെക്കുറിച്ചിട്ട് കുറച്ച് ഡിസ്കസ് ചെയ്തു. ശ്രദ്ധ എന്താണ് നമ്മുടെ ഉദ്ദേശം? ആ ഉദ്ദേശത്തു നിന്നാണോ ഈ ചിന്ത വരുന്നത്? അപ്പോൾ നമ്മൾ സ്നേഹം എന്നാണ് ബേസിക് ഫൗണ്ടേഷൻ നിന്നും
നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ നമ്മൾ ശാസ്ത്രത്തിലാണ് നിലകൊള്ളുന്നത്. അതാണ് ഹാർട്ട്ഫുൾനെസ് പഠിപ്പിക്കുന്നത്. ഹാർട്ട്ഫുള്ളായിട്ട് പ്രവർത്തിക്കുക, അതാണ് ബേസ്. അത് മറികടന്നിട്ട് ഒരു ശാസ്ത്രം നമ്മൾ സയൻസ് ഉപയോഗിക്കുമ്പോൾ അത് അശാസ്ത്രീയമായിട്ട് മാറുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഭഗവാൻ ഓം തത് സത് എന്ന് ഭഗവത്ഗീതയിൽ പറഞ്ഞു. ഓം തത് സത്. എന്ത് ചെയ്യുമ്പോഴും ഈ ഒരു മന്ത്രം ഉച്ചരിച്ചിട്ടാണ് മഹാത്മാക്കൾ ചെയ്യുന്നത്. ഓം എന്ന് പറയുമ്പോൾ അബ്സല്യൂട്ട് പൂർണ്ണത, സഹജമാർഗത്തിൽ ശബ്ദ പ്രാണാഹുതി. അപ്പോൾ എന്തും ആ ഓമിലേക്ക് കണക്ട് ചെയ്യട്ടെ എന്ന പ്രാർത്ഥന. അപ്പോൾ നമ്മൾ സെൻറ്റർ ചെയ്യുന്നു, അതാണ് സഹജമാർഗത്തിൽ ചെയ്യുന്നത്. തത് അത്, അതായത് അൾട്ടിമേറ്റിൽ നിന്ന് വന്ന പവർ. ഇത് സത്, ഇവിടെ ഞാൻ എക്സിസ്റ്റ് ചെയ്യുന്ന തലം. അവിടെ നിന്ന് വരുന്ന അപരാപ്രകൃതിയും ഇവിടെ നിന്നുള്ള അവിടെ നിന്ന് വരുന്ന പരാപ്രകൃതി, ഇവിടെയുള്ള അപരാപ്രകൃതി, അതായത് സൂപ്പർ കോൺഷ്യസും സബ് കോൺഷ്യസും കോൺഷ്യസും എല്ലാം ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് ശരിക്കുള്ള അറിവായിട്ടുള്ള ആ വേദം ഓം, അതിൽ എനിക്ക് പ്രവർത്തിക്കാൻ സാധിക്കട്ടെ, സ്നേഹത്തോടെ പ്രവർത്തിക്കാൻ സാധിക്കട്ടെ. ഇതാണ് ശരിക്കും അടിസ്ഥാനപരമായിട്ടുള്ള മന്ത്രം. നമുക്കിതേക്കുറിച്ച് കൂടുതൽ ഡിസ്കസ് ചെയ്യാം. എഡ്യൂക്കേഷനിൽ നമ്മൾ മുന്നോട്ട് സഞ്ചരിക്കുന്നവരെയും നമ്മൾ ശരിക്കും ശാസ്ത്രത്തിലാണോ സഞ്ചരിക്കുന്നത് എന്നുള്ളതും നമ്മൾ ഇൻട്രോസ്പെക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അടുത്ത സെഷൻ വരെ വിടവാങ്ങുന്നു. നന്ദി, നമസ്കാരം.